അടുത്ത 16ാമത്തെ ആർട്ടിക്കിള് അക്കൗണ്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് അക്കൗണ്ട് സർക്കിളിലെ തമ്മിലുള്ള അക്കൗണ്ട്സ് ആണ്. ഇതിൽ കുറേ സബ് ആർട്ടിക്കിളുണ്ട്, 7 സബ് ആർട്ടിക്കിളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് 1-2 ഇല്ലു, അത് മാത്രം പറയാം. 16-1 വളരെ പ്രധാനപ്പെട്ടതാണ്. സബ്ജക്റ്റ് ടു എനി ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ദ ട്രാൻസാക്ഷൻ ഈസ് വൺ അക്കൗണ്ട് സർക്കിൾ വിച്ച് ആർ അഡ്ജസ്റ്റബിൾ ഇൻ the account of the another circle are passed on month by month to the latter for adjustment through one or other of the following accounts. ഒന്നാമത് എക്സ്ചേഞ്ച് അക്കൗണ്ട്, രണ്ടാമത്തത് സെറ്റിൽമെൻറ്റ് അക്കൗണ്ട്. എക്സ്ചേഞ്ച് അക്കൗണ്ട്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് അക്കൗണ്ട്സ്. അതിൽ 4ാമത്തെ സബ് ആർട്ടിക്കിൾ നോക്കാം. 16-4 ട്രാൻസാക്ഷൻസ് ഇനീഷ്യലി ടേക്കൺ അഗെയിൻസ്റ്റ് ദ ബാലൻസ് ഓഫ് എ സ്റ്റേറ്റ് വിച്ച് ആർ ഇവൻച്വലി അഡ്ജസ്റ്റബിൾ അഗെയിൻസ്റ്റ് ദ ബാലൻസ് ഓഫ് അനദർ സ്റ്റേറ്റ് ആർ പാസ്ഡ് ഓൺ ടു ദി അക്കൗണ്ട് ജനറൽ ഓഫ് ദ ലേറ്റർ ദ സ്റ്റേറ്റ് ത്രൂ ദ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് ആൻഡ് money settlement between the two states in respect of such a transaction is effected by the accountant general of the former state through the accountant general through the central account section of the Reserve Bank. Accountant general of the former state through the central account section of the Reserve Bank. അടുത്തതിൽ 7ാമത്തേൽ നോട്ട് പ്രധാനപ്പെട്ടതാണ്. ദ ടേം അക്കൗണ്ട് കറൻറ്റ് മേ ബി യൂസ്ഡ് ഇൻ എ ജനറൽ സെൻസ് ടു ഇൻക്ലൂഡ് ദ ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് അക്കൗണ്ട്സ് മെൻഷൻഡ് ഇൻ ദിസ് ആർട്ടിക്കിൾ ആസ് വെൽ ആസ് ദ അക്കൗണ്ട്സ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ദ അതർ കൺട്രീസ്. 17ാമത്തത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വാർഷിക ധനകാര്യ കണക്കുകളെ കുറിച്ചിട്ടാണ്. ആനുവൽ ഫിനാൻസ് അക്കൗണ്ട്സ് ഓഫ് ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ആ 17ാമത്തെ ആർട്ടിക്കിൾ, ആ പാരഗ്രാഫ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ദ ആനുവൽ അക്കൗണ്ട്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ആർ സബ്മിറ്റഡ് ടു ദി ഗവൺമെൻറ് ഓഫ് ദ respective state in pursuance of the provision of paragraph 11(4) of the Audit and Account Order 1936 CAGരെ. These annual accounts, which are known as the finance accounts, are prepared by each state account general as soon as the March final accounts are closed in a form prescribed by the Comptroller and Auditor General with the approval of the President and submitted to the Comptroller and Auditor General for approval and transmission to the Governor of the സ്റ്റേറ്റ് കൺസേൺ. ഞാൻ ഒന്നും കൂടി ആ സെൻറ്റൻസ് വായിക്കാം, പ്രധാനപ്പെട്ട സെൻറ്റൻസ് വായിക്കാം. ദീസ് ആനുവൽ അക്കൗണ്ട്സ് വിച്ച് ആർ നോൺ ആസ് ദ ഫിനാൻസ് അക്കൗണ്ട് ആർ പ്രിപ്പയർഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് അക്കൗണ്ട് ജനറൽ ആസ് സൂൺ ആസ് ദ മാർച്ച് ഫൈനൽ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. ആസ് സൂൺ ആസ് ദ മാർച്ച് ഫൈനൽ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഇൻ എ ഫോം. ആരാണ് ഫോം പ്രിസ്ക്രൈബ് ചെയ്ത്? in a form prescribed by the CAG, Controller and Auditor General, with the approval of the President of India, and submitted to the Comptroller and Auditor General for approval and transmission to the Governor of the state concerned. Okay. അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കുക, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. The finance account of the central government which are required to be submitted by
the Controller and Auditor General to the central government. Central government സമർപ്പിക്കണം. Under the provision of the Audit and Accounts Order 1936. Aforesaid are prepared by Accountant General Central Revenue. ആരാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? By the Accountant General Central Revenue. ആർട്ടിക്കിൾ 18 എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും കമ്പൈൻഡ് ധനകാര്യ റവന്യൂവിൻ്റെ കണക്കാണ്. ദ കമ്പൈൻഡ് ഫിനാൻസ് ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് ഓഫ് ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഈ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ചോദ്യം ഈ പാരഗ്രാഫിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. 18ാമത്തെ ആർട്ടിക്കിളാണ്. നിങ്ങൾ എൻ്റെ ബ്ലോഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് മൾട്ടിപ്പിൾ ചോയ്സ് വന്ന കാര്യങ്ങൾ ഞാൻ കളർ കൊടുത്ത് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് മൾട്ടിപ്പിൾ ഉത്തരമായിട്ട് വന്നതാണെന്ന് മനസ്സിലാക്കണം. ബിസൈഡ്സ് ദ ആനുവൽ ഫിനാൻസ് അക്കൗണ്ട് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്, ദ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈസ് ഓൾസോ റിക്വയർഡ് ടു സബ്മിറ്റ് ടു ദി പ്രസിഡന്റ് ആനുവലി അണ്ടർ പാരഗ്രാഫ് 12 ഓഫ് ദ ഓഡിറ്റ് അക്കൗണ്ട് ഓർഡർ 1936. ഓഡിറ്റ് അക്കൗണ്ട് ഓർഡർ ഇത് പാരഗ്രാഫാണ്. 1936 ഇത് പറഞ്ഞിരിക്കുന്നു. എ ജനറൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകോർപ്പറേറ്റിംഗ് എ സമ്മറി ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഓൾ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ദ ലാസ്റ്റ് പ്രസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഇൻ സച്ച് ഫോം ആസ് ഹി വിത്ത് ദി concurrent of the president may be determined. This central finance statement, which is called the combined finance and revenue accounts of the central and state government in India. ഞാൻ ആവർത്തിക്കുന്നില്ല, നിങ്ങൾ ഒന്നും കൂടി അത് കേൾക്കാം. Presents the transaction of all governments side by side, classified under the several major and minor head of the accounts classification. അടുത്ത 19ാമത്തെ പ്രൊഫോമ അക്കൗണ്ട്സിനെ കുറിച്ചിട്ടാണ് 19ാമത്തെ ആർട്ടിക്കിൾ. അതിൽ മുഴുവനും വായിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്, പരീക്ഷയ്ക്ക് വന്ന പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം വായിക്കാം. ദ ഓപ്പറേഷൻ ഓഫ് സം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ്റ്സ് സംടൈംസ് ഇൻക്ലൂഡ് അണ്ടർടേക്കിങ്സ് ഓഫ് എ കമേഴ്സ്യൽ ഓർ ക്വാസി commercial character, example an industrial factory or a store. ഇതിന് താഴെ ഒരു 4-5 സെൻറ്റൻസ് കഴിഞ്ഞിട്ട് ലൈൻ കഴിഞ്ഞിട്ട് 6, 2, 4, 6, 8, 9ാമത്തെ ലൈൻ നോക്കിയാൽ ഗവൺമെൻറ് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് ബീങ് ഓൺ എ പ്യൂർലി ക്യാഷ് ബേസിസ്. ഗവൺമെൻറ് സിസ്റ്റം ഓഫ് അക്കൗണ്ട് ബീങ് എ പ്യൂർലി ക്യാഷ് ബേസിസ് ഈസ് unsuitable for such commercial accounts. These are usually kept on a pro forma basis outside the general account of government. The actual transaction entering these pro forma accounts, except those adjusted on a liability basis, find a place primarily in the regular accounts and commercial accounts are additional as well as separate. അടുത്ത് ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ടാണ്. These pro forma accounts are maintained by the departmental authorities themselves in such form as may be agreed upon between the Comptroller and Auditor General and the government concerned. ആരാണ് എഗ്രി ചെയ്തത്? between the CAG and the government concern. അടുത്ത പേജിൽ അതിൻ്റെ തൊട്ട് താഴത്തെ പാരഗ്രാഫ്, അടുത്ത പേജിൽ തൊട്ട് താഴത്തെ പാരഗ്രാഫ്, certain pro forma accounts relating to irrigation, navigation, embankment and drainage project and government residential building are required to be prepared by ആരാണ്? സിവിൽ അക്കൗണ്ട്സ് ഓഫീസേഴ്സ്. ആ പാരഗ്രാഫിൽ ലാസ്റ്റ് സെൻറ്റൻസ്, ദ ഫോം ഇൻ വിച്ച് എനി പ്രൊഫോമ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്
in accounts office is determined by the CAG in consultation with the ഗവൺമെൻറ് കൺസേൺ. അതിൻ്റെ ഒരു ഫോം തയ്യാറാക്കുന്നുണ്ട്. ആരാണ് തയ്യാറാക്കുന്നത്? അക്കൗണ്ട് ഓഫീസാണ്. അത് ആരുമായിട്ട് കൺസൾട്ട് ചെയ്യണം? CAG ആയിട്ട് കൺസൾട്ട് ചെയ്യണം. കൂടാതെ വിത്ത് ഏത് ഗവൺമെൻറ് അത് ആ ഗവൺമെൻറ്റായിട്ട് കൺസൾട്ട് ചെയ്യണം. അടുത്ത സെൻറ്റൻസ് ലോക്കൽ റൂളിങ്സ് അണ്ടർ ആർട്ടിക്കിൾ 19 പ്രധാനപ്പെട്ടതാണ്. ഒന്നുമില്ല, അതിൽ കുറച്ച് കേരളത്തിലെ കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാന്ന് പറഞ്ഞിരിക്കുന്നത്. അത് 20ാമത്തെ പേജിലുണ്ട്. നിങ്ങളത് നോക്കണം, 2-3 പ്രാവശ്യം വായിക്കണം. നിങ്ങൾ മനസ്സിൽ ആ കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് വേണം. In the state of Kerala, proforma accounts bracket that is manufacturing, trading, profit and loss etc. accounts, അതാണ് proforma account, are maintained outside the regular government accounts for the following commercial department. Regular ഗവൺമെൻറ് അക്കൗണ്ട് പുറമെ ആയിരിക്കാണത് ഫോളോവിങ് കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് തയ്യാറാക്കേണ്ടത്. ഒന്ന് PWD എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ട്രിവാൻഡ്രം, 2 ദ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, 3 ദ ഇറിഗേഷൻ സ്കീം ആൻഡ് പ്രൊജക്റ്റ് ഫോർ വിച്ച് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ കെപ്റ്റ്, 4 ദ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, 5 മോഡൽ കൊയർ ഫാക്ടറി ബേപ്പൂർ, 6 ബ്ലീച്ചിങ് ആൻഡ് കലണ്ടറിംഗ് പ്ലാന്റ് പാപ്പനംകോട്. ജേണൽ ആൻഡ് ലെഡ്ജറിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ നാൾ വഴി പേരേഡ് എന്നാണ്. അതിനേക്കാൾ കേൾക്കാൻ രസം ജേണൽ ആൻഡ് ലെഡ്ജർ തന്നെയല്ലേ. ഇനി 20ാമത്തെ ആർട്ടിക്കിള്, ദ അക്കൗണ്ട്സ് ഓഫ് ഗവൺമെൻറ് ആർ ബേസ്ഡ് ഇൻ ദ മെയിൻ ഓൺ ദ സിംഗിൾ എൻട്രി സിസ്റ്റം. ഗവൺമെൻറ് അക്കൗണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റമാണ്. അത് സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്നതാണ്. ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് അപ്ലൈഡ് ഓൺലി ഇൻ regard to the maintenance of a set of technical accounts called the journal and ledger. The main purpose of journal and ledger is to bring out by a scientific method the balance of account in regards to which government act as a banker or a remitter or borrower or lender. A banker or a remitter or a borrower or lender. Though such balance are worked out in the regular government accounts, their accuracy can be guaranteed only by a periodical verification with the balance brought out in the double entry accounts. State Account General maintains separate journal and ledgers for transaction of the central government and state government. അതായത് സെപ്പറേറ്റ് സ്റ്റേറ്റ് അക്കൗണ്ട് ജനറൽ ഏജ് സെപ്പറേറ്റ്, ജനറൽ ആൻഡ് ലെഡ്ജർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പേരിൽ വേറെ വേറെ സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ ഈ അധ്യായം കഴിഞ്ഞു. 2-3 പ്രാവശ്യം കേൾക്കുക. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എൻ്റെ ബ്ലോഗിലുണ്ട്, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാം. 6ഓളം പേപ്പർ കൊടുത്തിട്ടുണ്ട് പ്രീവിയസിൻ്റെ. ഈ അധ്യായം വായിച്ചു കഴിഞ്ഞ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചാൽ നിങ്ങൾക്ക് ഈ അധ്യായത്തിൽ നിന്ന് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ബ്ലോഗ് ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ പാഠം കാരണം പരീക്ഷയ്ക്ക് മുമ്പേ തീർക്കണമല്ല, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.